ഹലോ ഗൈസ്, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരു സീരീസ് ഇരുന്ന് കാണുകയായിരുന്നു ടി വിയിൽ. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഫാർമ. അത്യാവശ്യം നല്ലൊരു സീരീസ് ആയിരുന്നെങ്കിലും എൻ്റെ മുഖത്ത് ഒരു വിഷമം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത് കണ്ടിട്ട് വൈഫ് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, ഈ സീരീസ് കൊള്ളത്തില്ലേ? ശരിക്കും സീരീസ് കൊള്ളത്തില്ലാത്തത് കൊണ്ടല്ല. ഒരു സമയത്ത് നമ്മളേറെ ഇഷ്ടപ്പെട്ടിരുന്ന, ഈസിയായി പെർഫോം ചെയ്തിരുന്ന, ഓടിച്ചാടിയൊക്കെ നടന്ന് നമ്മളെ കുറേ ചിരിപ്പിച്ച മലയാള സിനിമയുടെ നെക്സ്റ്റ് ബിഗ് തിങ് ആയി എല്ലാവരും കണ്ടിരുന്ന, പറഞ്ഞിരുന്ന ഒരു നടൻ തീരെ ഫ്ലെക്സിബിൾ അല്ലാതെ, ഇരുന്നിടത്ത് നിന്ന് നേരെ എഴുന്നേക്കാൻ കഴിയാതെ വയ്യാത്ത പോലെ വേച്ച് വേച്ച് നടക്കുന്ന കണ്ടപ്പോൾ തോന്നിയ വിഷമം, സങ്കടം. അതേ ആളെ 5 ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ശരിക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയി. യെസ് ഗൈസ്, ഹീസ് ബാക്ക്. നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുന്നു. സർവം മായ. പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ പടം. അഖിൽ സത്യന്റെ ആദ്യ സിനിമയും അച്ഛൻ സത്യനന്ദിക്കാടിന്റെ പല സിനിമകളും പിന്തുടർന്ന് വന്നിരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ചെറിയ ചെറിയ തമാശകളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെയായി നടക്കുന്ന നായകൻ. അയാളുടെ ലൈഫ് ഇങ്ങനെ കാണിക്കുന്നു, ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, കുറേ നല്ല തമാശകൾ. എന്നിട്ട് പകുതിക്ക് വെച്ചിട്ട് അവൻ്റെ ലൈഫിലേക്ക് ഒരു കഥാപാത്രം ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നു. അത് ഒരു പെൺകുട്ടിയാവാം, അല്ലെ ആൺകുട്ടിയുമാവാം. പിന്നെ അവൻ്റെ കഥ മാറിയിട്ട് അവളുടെ കഥയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവളുടെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ഇത്തിരി സെൻറ്റിമെൻറ്റ്സ്, ഒടുവിൽ ഒരു ഫീൽ ഗുഡ് എൻഡിങ്. ഇത് പറഞ്ഞപ്പോൾ എത്രയോ സിനിമകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടാകും അല്ലേ? വിനോദയാത്ര, രസതന്ത്രം, മകൾ, പാച്ചും അത്ഭുതവിളക്കും, ഞാൻ പ്രകാശൻ, സ്നേഹവീട്, ഏറ്റവും ലാസ്റ്റ് വന്ന ഹൃദയപൂർവ്വം വരെ ഈ ഒരു അച്ചിൽ വാർത്തെടുത്ത പടങ്ങളാണ്. ഇതേ ഫോർമുല തന്നെ സ്വല്പം ഫാൻറ്റസി കൂടി വിതറി നല്ല വൃത്തിക്ക് ചെയ്തൊരു പടമാണ് സർവമായ. നമ്മളൊക്കെ മിസ് ചെയ്തിരുന്ന നിവിൻ പോളിയെ പഴയ ചാമിൽ വീണ്ടും കാണാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ബോഡിയൊക്കെ സെറ്റാക്കി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നിവിനെ ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ തന്നെ എന്താ ചന്തം. പിന്നെ പുതുമുഖ നായികമാർ, റിയ ഷിബു, പ്രൊഡ്യൂസർ ഷിബു തമീൻസിന്റെ മകൾ, നമ്മുടെ നാട്ടുകാരിയാണ് കേട്ടോ പുള്ളി. അതുകൊണ്ട് പറയല്ല, എന്നാ ക്യൂട്ടാണ്. ക്യൂട്ട്നെസ് മാത്രമല്ല, അടിപൊളി പെർഫോമൻസ്, ഡയലോഗ് ഡെലിവറിയും ചെറിയ ചെറിയ ഇമോഷൻസ് കൺവേ ചെയ്യുന്നതും ഒക്കെ ഗംഭീരം. ഫുൾ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരും കാണുന്ന നമ്മളിൽ ഈ ക്യാരക്ടറും റിയ ഷിബുവിൻ്റെ പെർഫോമൻസ്. രണ്ടാമത്തെ നായിക പ്രീതി മുകുന്ദൻ, അത് പ്രറ്റി മുകുന്ദൻ. എന്തായാലും വലിയ ഇംപ്രസീവ് ആയിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ ആ ക്യാരക്ടർ നൈസായിരുന്നു, ഡീസൻ്റ് ആയിട്ട് തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുമുണ്ട്. ജസ്റ്റിൻ പ്രഭാകരൻ്റെ പാട്ടുകളും ശരൺ വേലായുധൻ്റെ ക്യാമറയും നല്ലതായിരുന്നു. രണ്ടും സിനിമയുടെ ആ ഒരു മൂഡിനോട് ചേർന്ന് നിന്നു. പിന്നെ എടുത്തു പറയേണ്ടത് കാസ്റ്റിംഗ് ആണ്. അജു വർഗീസ് ആയാലും, രഘുനാഥ് പലേരി ആയാലും, മധു വാര്യർ ആയാലും, ജനാർദ്ദനൻ ചേട്ടനായാലും ഒക്കെ എല്ലാവരും മികച്ച കാസ്റ്റിംഗ്. വേറെയും ചിലരുണ്ട് കേട്ടോ, ഞാനത് പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണും. ഈ അവധിക്കാലത്ത് ഫാമിലിയുമായി ധൈര്യമായി കയറി കാണാൻ പറ്റിയ പടം. അപ്പോൾ ഈ ക്രിസ്മസ് അത് നിവിൻ പോളി തൂക്കി. ഇനി തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നോക്കാനില്ല. ഈ വർഷത്തെ അവസാന ബ്ലോക്ക് ബസ്റ്റർ സർവം മായ.